ആസ്തിയുള്ള ചില രാജ്യങ്ങൾ. വലിപ്പം കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ പകുതിയൊക്കെ ആയിരിക്കും. എന്നാലോ സമ്പത്ത് കൊണ്ട് മാനം മുട്ടുന്ന ആ രാജ്യങ്ങളുടെ ലിസ്റ്റാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏത് രാജ്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക? അമേരിക്ക, ബ്രിട്ടൻ അല്ലെങ്കിൽ കാനഡ അല്ലെ? എങ്കിൽ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിനായി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങൾ ഏതാണ് നിങ്ങൾക്കറിയാമോ? ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ പല രാജ്യങ്ങളും ഏറ്റവും ചെറിയ രാജ്യങ്ങളാണ് എന്നതാണ് വസ്തുത. അതുപോലെ തന്നെ നമ്മൾ സമ്പന്നമെന്ന് കരുതുന്ന പല രാജ്യങ്ങളും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറെ പിന്നിലുമാണ്. ഇന്ത്യയും ഈ പട്ടികയിൽ പിന്നിൽ തന്നെയാണ്. അതേസമയം ഇന്ത്യയേക്കാൾ ചെറിയ പല രാജ്യങ്ങളും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറെ മുന്നിലുമുണ്ട്. സാൻ മരീനോ, ലക്സംബർഗ്, സ്വിറ്റ്സർലൻഡ്, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയും വളരെ ചെറുതും എന്നാൽ വളരെ സമ്പന്നവുമാണ് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്ന സാമ്പത്തിക നയങ്ങളും നികുതി വ്യവസ്ഥകളും ഈ രാജ്യങ്ങൾക്കുണ്ട്. ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളാകട്ടെ ഹൈഡ്രോ കാർബണുകളുടെയും മറ്റ് പ്രകൃതി വിഭവങ്ങളുടെയും ഒക്കെ വലിയ കരുതൽ ശേഖരങ്ങളാൽ സമ്പന്നമാണ്. ഏഷ്യയിലെ ചൂതാട്ട കേന്ദ്രമായ മക്കാവോ ഏതാണ്ട് 3 വർഷം ഇടവിട്ടുള്ള ലോക്ക്ഡൌണുകളും പകർച്ചവ്യാധികളും ഒക്കെയായി ബന്ധപ്പെട്ട യാത്രാ നിയന്ത്രണങ്ങളും ഒക്കെ നേരിട്ടിട്ടും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായി തുടരുക തന്നെയാണ്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്. 5ാമത് ഖത്തറാണ്. വളരെ വിപുലമായ എണ്ണ, വാതക, പെട്രോ കെമിക്കൽസ് വസ്തുക്കളുടെ കരുതൽ ശേഖരമാണ് ഖത്തറിന്റെ കരുത്ത്. ഖത്തറിന്റെ ജനസംഖ്യ ആകട്ടെ താരതമ്യേന വളരെ കുറവുമാണ്. 3 ദശലക്ഷമാണ് രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ എന്നത്. അത്യാധുനിക കെട്ടിട നിർമ്മിതികൾ, ആഡംബര ഷോപ്പിംഗ് മാളുകൾ, അതിഗംഭീരമായ ഭക്ഷണശാലകളുടെ കേന്ദ്രം എന്നിവയെല്ലാം കൊണ്ടും 20 വർഷമായി ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ തുടരുകയാണ് ഈ ഖത്തർ. UAE, സ്വിറ്റ്സർലൻഡ്, സാൻ മരീനോ, US, നോർവേ എന്നീ രാജ്യങ്ങളൊക്കെയാണ് പട്ടികയിലെ ആദ്യ 10ലുള്ള മറ്റ് രാജ്യങ്ങൾ. ലോക ഭൂപടത്തിൽ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ 5ാമതാണ് സാൻ മരീനോ എന്നത്. ഏകദേശം 34,000 പൗരന്മാർ മാത്രമാണ് ഈ യൂറോപ്യൻ രാജ്യത്തുള്ളത്. അതിനാൽ തന്നെ കുറഞ്ഞ നികുതി നിരക്കാണ് ഈ രാജ്യത്തിലുള്ളത്. അപ്പോൾ 4ാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരിൽ താമസിക്കുന്ന ഏറ്റവും ധനികനായ വ്യക്തി അമേരിക്കക്കാരനാണ്. ഏകദേശം $16 ബില്യൺ ആസ്തിയുള്ള ഫേസ്ബുക്കിന്റെ സഹസ്ഥാപകനായ എഡ്വേർഡ് സാവറിനാണ് ആ വ്യക്തി. 2011 സാവറിൻ കമ്പനിയുടെ 53 ദശലക്ഷം ഓഹരികളുമായി USA വിട്ട് സിംഗപ്പൂരിൽ സ്ഥിരതാമസക്കാരനായത്. നിരവധി മൂലധന നേട്ടങ്ങളും ലാഭവിഹിതങ്ങളുടെ നികുതി ഇളവുമാണ് മറ്റെല്ലാ ബിസിനസ്സുകാരെയും പോലെ സാവറിനെയും സിംഗപ്പൂരിലേക്ക് അടുപ്പിച്ചത്. 1965 സ്വതന്ത്രമായ സിംഗപ്പൂരിൽ അന്ന് ജനസംഖ്യയുടെ പകുതിയും നിരക്ഷരരായിരുന്നു. സ്വന്തമായി പ്രകൃതി വിഭവങ്ങൾ ഒന്നുമില്ലാതെ കഠിനാധ്വാനത്തിലൂടെയും സമർത്ഥമായ നയരൂപീകരണത്തിലൂടെയും മാത്രമാണ് സിംഗപ്പൂർ നമ്മൾ ഇന്ന് കാണുന്ന സിംഗപ്പൂറായി മാറിയത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സൗഹൃദ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ രാജ്യം. സിംഗപ്പൂരിലെ ജനസംഖ്യയുടെ 98% ഇപ്പോൾ സാക്ഷരമാണ്. 3ാം സ്ഥാനത്ത് അയർലൻഡ് ആണ്. ഏകദേശം 5.3 ദശലക്ഷം നിവാസികളുള്ള റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് 2008 മുതൽ 9 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ച രാജ്യമായിരുന്നു. പിന്നീട് വരുത്തിയ നിർണായക നയമാറ്റങ്ങളിലൂടെയാണ് രാജ്യം നഷ്ടമായ സാമ്പത്തിക ആരോഗ്യം വീണ്ടെടുത്ത് ഇപ്പോൾ 3ാം സ്ഥാനത്ത് തുടരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് നികുതി സങ്കേതങ്ങളിൽ ഒന്നാണ് അയർലൻഡ്. അതായത് ഒരു ശരാശരി ഐറിഷ് പൗരന് പ്രയോജനപ്പെടുത്തുന്നതിനേക്കാൾ നികുതി ഇളവ് രാജ്യത്തെ ഒരു ബഹുരാഷ്ട്ര കമ്പനിക്ക് പ്രയോജനം ചെയ്യും. ഈ കാരണം കൊണ്ട് തന്നെ 2010കളുടെ പകുതിയൊക്കെ ആയപ്പോൾ വലിയ US സ്ഥാപനങ്ങളായ ആപ്പിളും ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയും ഫൈസറും ഒക്കെ ഈ വലിയ നികുതി ഇളവിന് വേണ്ടിയിട്ട് ആസ്ഥാനം അയർലൻഡിലേക്ക് മാറ്റുകയായിരുന്നു. 2ാം സ്ഥാനത്തുള്ളത് മക്കാവോ ആണ്. ഏഷ്യയിലെ ലാസ് വെഗാസ് എന്നറിയപ്പെടുന്ന മക്കാവോയാണ് സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാമതുള്ളത്. മുമ്പ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ കോളനി ആയിരുന്നു ഈ മക്കാവോ. പിന്നീട് ഗെയിമിംഗ് വ്യവസായങ്ങളുടെ പേരുകേട്ട രാജ്യമായി മാറി. ഏകദേശം 7 ലക്ഷം ജനസംഖ്യയുള്ള മക്കാവോയിൽ 30 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന 40ലധികം കാസിനോകളുണ്ട്. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾക്കിടെ ആദ്യ 10ൽ നിന്ന് പോലും പുറത്തായ മക്കാവോ അതിഗംഭീര കുതിച്ചുചാട്ടമാണ് പിന്നീട് നടത്തിയത്. 1ാം സ്ഥാനത്തുള്ളത് ലക്സംബർഗ് ആണ്. പട്ടികയിൽ 1ാമത് വരുന്നത് ലക്സംബർഗ്. യൂറോപ്പിന്റെ ഹൃദയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലക്സംബർഗ് കൊട്ടാരങ്ങളാലും ഗ്രാമപ്രദേശങ്ങളാലും അതിന്റെ സാംസ്കാരിക സമ്പന്നതകളാലും മനോഹരമാണ്. ഏകദേശം 6,70,000 ഇവിടുത്തെ ജനസംഖ്യ. പൗരന്മാർക്കും വിനോദസഞ്ചാരികൾക്കുമായി ധാരാളം വാഗ്ദാനങ്ങളും ലക്സംബർഗ് നൽകുന്നുണ്ട്. യൂറോപ്യൻ മേഖലയിലെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം ആസ്വദിക്കുന്ന ജനങ്ങളാണ് ലക്സംബർഗിലുള്ളത്. പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെല്ലാം തന്നെ ലക്സംബർഗ്
ലക്സംബർഗ് സമ്പത്തിന്റെ വലിയൊരു പങ്ക് ഉപയോഗിക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക ആഘാതവും ഒക്കെ മറികടന്നാണ് ലക്സംബർഗ് ഈ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. 2020 0.9% ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച. 2021 എത്തിയപ്പോൾ ഇത് 7% ഉയർന്നു. യൂറോപ്യൻ മേഖലയിലെ സാമ്പത്തിക തകർച്ച മൂലം ലക്സംബർഗിന്റെ സമ്പദ് വ്യവസ്ഥ 2022 1.3% താഴ്ന്നു. 2023 1% ചുരുങ്ങുകയുമുണ്ടായി. പിന്നീട് ഈ വർഷം 1.2% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ ഉയർന്നതിനാൽ തന്നെ ഈ ഏറ്റക്കുറച്ചിലുകൾ കാര്യമായി ഈ ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. 2014 $1 ലക്ഷം ആയിരുന്നു രാജ്യത്തിന്റെ പ്രതിശീർഷ GDP. പിന്നീട് ഇങ്ങോട്ട് രാജ്യത്തിന് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇനിയുള്ള ചോദ്യം ഇതാണ്: പട്ടികയിൽ നമ്മുടെ ഇന്ത്യ എവിടെയാണ് എന്നത്. സമ്പന്ന രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഏറെ പിന്നിലാണ്. അതായത് 196 രാജ്യങ്ങളുടെ പട്ടികയിൽ 129ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പല രാജ്യങ്ങളും ഇന്ത്യക്ക് മുകളിലുണ്ട് എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത. സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 61ാം സ്ഥാനത്താണ് മാലദ്വീപ് ഉള്ളത്. ഇന്ത്യയേക്കാൾ ചെറിയ രാജ്യങ്ങളായ മലേഷ്യ, ഭൂട്ടാൻ, പെറു, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ റാങ്കിങ്ങിനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. ആഫ്രിക്കൻ രാജ്യമായ നമീബിയ 119ാം സ്ഥാനത്തും ഗ്വാട്ടിമാല 122ാം സ്ഥാനത്തും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർ ധാരാളമായി ജോലി ചെയ്യുന്ന അറബ് രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളുടെ ആദ്യ 10ൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. യൂറോപ്യൻ സാമ്പത്തിക സ്ഥിതിയെയും അതുവഴി ആഗോള സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കുന്ന ഒന്നാണ് റഷ്യ ഉക്രൈൻ സംഘർഷം. ആഗോള സമ്പന്ന രാജ്യങ്ങളിൽ 60ാം സ്ഥാനത്താണ് റഷ്യ. പിന്നീട് യുക്രൈൻ ആകട്ടെ 110ാം സ്ഥാനത്തും. ഇന്ത്യക്ക് തൊട്ട് പിന്നിലായി 130ാം സ്ഥാനത്താണ് ബംഗ്ലാദേശ് ഉള്ളത്. പാകിസ്ഥാൻ ആകട്ടെ 141ാം സ്ഥാനത്തും നേപ്പാൾ 180ാം സ്ഥാനത്തുമായി നിലകൊള്ളുന്നു. എന്നാൽ ഒരു രാജ്യം സമ്പന്നമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ GDP മറ്റു രാജ്യവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യം എത്ര സമ്പന്നമാണ് അല്ലെങ്കിൽ എത്ര ദരിദ്രമാണ് എന്ന് നമുക്ക് കണക്കുകൂട്ടാം. മേൽപ്പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം സമ്പദ് വ്യവസ്ഥ അവരുടെ ചെറിയ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വലുതാണ് എന്നതാണ് ഈ രാജ്യങ്ങൾ സമ്പന്നമാണ് എന്ന് പറയാൻ കാരണം. എങ്കിലും പണപ്പെരുപ്പ നിരക്കും പ്രാദേശിക ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയും കണക്കിലെടുക്കുമ്പോൾ മാത്രമേ ഒരു രാജ്യത്തിന്റെ ശരാശരി ജീവിത നിലവാരം സംബന്ധിച്ച് കൃത്യമായ ചിത്രം ലഭിക്കൂ. ഈ കണക്കിനെയാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി അഥവാ PPP എന്ന് വിളിക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ PPP കണക്കാക്കുന്നത് ഡോളർ വെച്ചിട്ടാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡാറ്റ പ്രകാരം ലോകത്തെ ഏറ്റവും ദരിദ്രമായ 10 രാജ്യങ്ങളിൽ ശരാശരി PPP $1500 താഴെയാണ്. അതേസമയം ഏറ്റവും സമ്പന്നരായ 10 രാജ്യങ്ങളിൽ ഇത് $1,10,000 അധികവും വരും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ നൽകുന്ന മാതൃകകൾ എന്താണ് എന്നുള്ളത്. അതിനുള്ള ഉത്തരമോ നിരവധിയാണ്. മികച്ച ആസൂത്രണത്തിലൂടെയും വർഷങ്ങളായുള്ള ചിട്ടയായ നടപടികളിലൂടെയും ഈ രാജ്യങ്ങൾ കൈവരിച്ച നേട്ടം ലോകത്തിന് തന്നെ മാതൃകയാക്കാനാവുന്നതാണ്. എങ്ങനെ ഈ രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളായി? സർക്കാരിന്റെ പുറമെ അവിടുത്തെ ജനങ്ങൾ ഇതിന് നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണ്? മൊത്തം GDP ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 1ാം സ്ഥാനത്താണ്. ഇവിടുത്തെ നിവാസികളുടെ എണ്ണം ഇതിനകം തന്നെ പ്രതിശീർഷ ഡാറ്റയെ സ്വാധീനിക്കുന്നു. വിഭവങ്ങളും ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ വലുപ്പവും സാമ്പത്തിക സമ്പത്തിനെ എങ്ങനെ നിർണ്ണയിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ തൊഴിൽ നിരക്കുകൾ ഓരോ രാജ്യത്തും ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള ജനസംഖ്യയുടെ ശതമാനം കാണിക്കുന്നു. ഇത് സാമ്പത്തിക സാഹചര്യങ്ങളുടെയും തൊഴിൽ വിപണി നയങ്ങളെയും അടിസ്ഥാനമാക്കി പ്രധാനമായിട്ടും വ്യത്യാസപ്പെടാം. ഒന്നിലധികം ഘടകങ്ങളുടെ സംയോജനം കാരണം ചെറിയ രാജ്യങ്ങൾ പലപ്പോഴും സമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നു. ഉയർന്ന GDP പ്രതിശീർഷ സാധാരണമാണ്. കാരണം അവരുടെ സാമ്പത്തിക ഉൽപാദനം ലക്സംബർഗിൽ കാണുന്നത് പോലെ ചെറിയ ജനവിഭാഗങ്ങൾക്കിടയിൽ പങ്കിടുന്നു. പലരും ധനകാര്യം, ടൂറിസം അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ പോലുള്ള വ്യവസായങ്ങളിലൊക്കെ വൈദഗ്ധ്യം നേടുന്നുണ്ട്. കാര്യക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുന്നു. അതായത് സിംഗപ്പൂർ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ എന്നിവയെല്ലാം ഉദാഹരണമാണ്. അനുകൂലമായ നികുതി നയങ്ങൾ വിദേശ നിക്ഷേപത്തെ ആകർഷിക്കുന്നവയാണ്. ഇത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. പരിമിതമായ ആഭ്യന്തര വിപണികൾ കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥ അന്താരാഷ്ട്ര വ്യാപാരത്തിലും അഭിവൃദ്ധി പ്രാപിക്കുന്നു. അതേസമയം ഉയർന്ന ഉൽപാദനക്ഷമതയും വിദ്യാഭ്യാസത്തിലെ നിക്ഷേപവും വിദഗ്ധ തൊഴിലാളികളെ ഉറപ്പാക്കുന്നു. അവസാനമായി സുസ്ഥിരമായ രാഷ്ട്രീയ ചുറ്റുപാടുകളും ഫലപ്രദമായ ഭരണവും സാമ്പത്തിക ആത്മവിശ്വാസവും വളർത്തുന്നു. ഈ രാജ്യങ്ങളെ അവരുടെ വലിപ്പം ഉണ്ടായിരുന്നിട്ടും സമ്പത്ത് നിലനിർത്താൻ അനുവദിക്കുന്നു. പ്രതിശീർഷ GDP 1ൽ കൂടുതലുള്ള ലക്സംബർഗ് മറ്റുള്ളവരെക്കാൾ വളരെ മുന്നിലാണ്. അത് അമേരിക്കയുടെ 5 ഇരട്ടിയാണ്. അയർലൻഡും മക്കാവോ SARഉം അടുത്തടുത്ത സ്ഥാനങ്ങളിലുമാണ്. അയർലൻഡിന്റെ സാമ്പത്തികവും മക്കാവോ SARഉം ടൂറിസവും ആശ്രയിക്കുന്ന വളരെ വികസിത സമ്പദ് വ്യവസ്ഥയാണ് അവ രണ്ടിനുമുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൊത്തം GDP ഉള്ളത്. എന്നാൽ അതിന്റെ പ്രതിശീർഷ GDP 9ാം സ്ഥാനത്താണ്. വലിയ സാമ്പത്തികവും അല്ലെങ്കിൽ പ്രകൃതി വ്യവസായവുമുള്ള താരതമ്യേന ചെറിയ രാജ്യങ്ങൾ
രാജ്യങ്ങളിൽ വലിയ ആളോഹരി വരുമാനമുള്ള സാൻ മറീനോയും ഖത്തറും ഇത് ഉദാഹരണമാണ്. അപ്പോൾ സമ്പന്ന രാഷ്ട്രങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.